next left, then you will arrive at your destination. Hi guys. അപ്പോൾ ഞങ്ങൾ ഇന്നലെ മധുരയിൽ തഞ്ചാവൂർ എത്തി. നല്ല റെസ്റ്റ് ഒക്കെ എടുത്തുറങ്ങി. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ റെഡിയൊക്കെ ആയിട്ട് ഞങ്ങൾ തഞ്ചാവൂർ പെരിയ കോവിൽ കാണാൻ പോയി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. സാരിയൊക്കെ കൊടുത്ത് അക്കും മുണ്ടും കുർത്തക്കിട്ട് ഞങ്ങളപ്പോൾ തഞ്ചാവൂർ പെരിയ കോവിൽ കാണാൻ പോയി. അപ്പം നമ്മൾ പെരിയ കോവിലൊക്കെ കണ്ടിറങ്ങി ഞങ്ങൾ റൂമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി. ഇവിടെ നല്ല ചൂടാണ്, പൊള്ളണ ചൂട്. അതുകൊണ്ട് ഞങ്ങൾ റൂമിൽ കുറച്ചു നേരം ഇരുന്ന് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇപ്പോൾ വന്നേക്കണത് മാറി. അതെ, ഞാൻ അതേ മുടിയൊക്കെ കെട്ടി, മുടി അയച്ചിട്ടിട്ട് പറ്റണില്ല, അത്രയും ചൂട്. ഇനി ഞങ്ങൾ എവിടെയാ വന്നേക്കണത്? മറാത്ത പാലസ്. ഞങ്ങൾ കൊറേ വഴി തെറ്റി, ഞങ്ങൾ എവിടെയോക്കെയോ എത്തി. ഇവിടെ അങ്ങനെ ബോർഡ് കാര്യങ്ങളൊന്നും ഇല്ല. പാലസ് കണ്ടിട്ട് നമ്മള് എന്ത് ബൊമ്മയാണ്? തലയാട്ട് ബൊമ്മ ഇത് മേടിക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വൈകുന്നേരം 5:30 ആകുമ്പോൾ തിരിച്ച് ഞങ്ങൾ പെരിയ കോവിലോട്ട് പോകണം. കാരണം ഈ വൈകുന്നേരം അവിടെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് കാണാൻ വേറെ ഒരു ഭംഗിയാണ്. ഞങ്ങൾ ഈ ഗൂഗിൾ ഫോട്ടോസും ഇൻസ്റ്റാ റീലൊക്കെ കണ്ടപ്പോൾ വൈകുന്നേരം രാവിലത്തെ കാട്ടും ഭംഗിയാണ് വൈകുന്നേരം. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും കൂടി പെരിയ കോവിൽ പോകണുണ്ട് വൈകുന്നേരം. ഒരു ഗൈഡ് ടൂറും ബുക്ക് ചെയ്തിട്ട് നമുക്കപ്പോൾ പാലസ് കണ്ടിട്ടും വരാം. ഞങ്ങളപ്പം മറാത്ത പാലസൊക്കെ കണ്ടിറങ്ങി പെരിയ കോവിലിൽ അങ്ങോട്ട് എത്തി. അവിടെ പാർക്കിങ്ങിൻ്റെ അടുത്ത് തന്നെ ഈ തലയാട്ട് ബൊമ്മ വിൽക്കണ കുറച്ച് കടകളുണ്ട്. ഞങ്ങൾ കമ്പാരിറ്റീവ്ലി നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് റേറ്റ് കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു തലയാട്ട് ബൊമ്മയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഇനി തിരിച്ച് അമ്പലത്തിലോട്ട് ഗൈഡഡ് ടൂറിന് വേണ്ടി പോകാൻ പോണേ.
ഇതാണ് തഞ്ചാവൂർ പെരിയ കോവിൽ. 1000 വർഷങ്ങൾക്ക് മുന്നേ ഭഗവാൻ ശിവനോടുള്ള ഭക്തി കാരണം രാജരാജ ചോളൻ പണിതീർത്ത ഒരു ക്ഷേത്രമാണ്. ഈ അമ്പലം മൊത്തത്തിൽ കരിങ്കല്ല് കൊണ്ട് മാത്രമാണ് പണിതേക്കുന്നത്. അതുമല്ല, എല്ലാ ഗോപുരങ്ങളിലും മതിൽക്കെട്ടുകളെല്ലാത്തിലും നല്ല രീതിയിൽ നല്ല ഭംഗിയോടെ കൊത്തുപണികളും പിന്നെ പണ്ട് കാലത്തെ പെയിൻറ്റിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. കൊത്തുപണികളില്ലാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ പഴയ തമിഴ് അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ആരൊക്കെ എന്തോരം ഈ ക്ഷേത്രം ഉണ്ടാക്കാനായിട്ട് സംഭാവന ചെയ്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസാണ് അവിടെ കൊത്തിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഗോപുരത്തിൻ്റെ പൊക്കത്തുള്ള സ്തൂപമുണ്ടല്ലോ, അതിന് 80 ടൺ ഭാരമുണ്ട്. അത് ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ്. അപ്പോൾ ഈ അമ്പലം നിർമ്മിക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് രാജരാജ ചോളൻ ഇവിടെ അമ്പലം നിർമ്മിക്കാനായിട്ടുള്ള സമ്മതം മേടിക്കുന്ന ഒരു കഥയാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയ കഥകൾ ഈ അമ്പലത്തിനെ കുറിച്ച് അറിയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഈ 2 hour ഗൈഡഡ് ടൂർ എടുക്കണമായിരിക്കും നല്ലത്. ഞങ്ങളപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അമ്പലത്തിൻ്റെ ബാക്കിൽ തന്നെ പഞ്ചലോഹ വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സൊക്കെ കാണാൻ വന്നേക്കണേ. Copper, tin, silver and gold. First we make the wax model. We want the raw materials of the honey bee wax. Bee wax. This is resin from the tree gum. Resin. The both mixed together. It's coconut oil coffee. Oh, coconut oil. Then after cold water. I will come, it will be hot. Head separate, body separate, leg separate, everything is joining process. You don't get it, you will break. Okay. Now we are going to demo. ഉണ്ടാക്കിയാണ്. And of your modern mudra, Shin mudra, mudra, meditation. എല്ലാ സാധനങ്ങളും ചൂടാക്കിയിട്ട് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ വരുന്നില്ല. நம்ம பேசிக்கிட்டே இருக்க வரும். மலையாளம்லாம் பேசிக்கிட்டு இருந்தாங்க வரும். இப்போ எல்லா லாங்குவேஜும் கலந்து வருது. மலையாளம், தமிழ், தெலுங்கு, ஃப்ரெஞ்சு. So you want to give us a gift. Keep in your home.
of cavalry. The water is going on. Wet bands were set. 3 kind of it. Soft, very hot. പൂച്ചി കൊണ്ട് മണ്ടൽ കൊണ്ട് കളിമണ്ണ് 3 കളിപ്പിച്ചിട്ട് പിന്നെ വാക്സ് മോഡൽ ഒക്കെ വെച്ചിട്ട് പിന്നെ പാക്ക് ചെയ്യും. പാക്ക് ചെയ്തിട്ട് പിന്നെ 4-5 ദിവസം സൂട്ടിൽ വെക്കും. സൂട്ടിൽ വെച്ച് ഡ്രൈ ആയെങ്കിലും പിന്നെ ഇത് ചൂടായെങ്കിൽ വാക്സ് എല്ലാം പുറത്ത് വരും. അതിൻ്റെ ഇംപ്രഷൻ അകത്താവും. വാക്സ് എല്ലാം പുറത്ത് വന്നു. ലാസ്റ്റ് വാക്സ് എല്ലാം പുറത്ത് വന്നു. ഇംപ്രഷൻ അന്തരം ഓവനിൽ വെക്കും. ഓവനിൽ വെച്ചിട്ട് ഇത് മാഗ്നീഷ്യം ക്ലേ ബൗള്. മാഗ്നീഷ്യം മഡ് 12 degree, 1200 degrees Celsius heat. We kept inside the 5 metal. Zinc, copper and tin, silver and gold. സ്വർണ്ണവും വെള്ളിയും ചെറിയ ലൈറ്റ് പിന്നെ അകത്തിട്ടിട്ട് ഹീറ്റായി ഇതെല്ലാം സിറപ്പായി മെറ്റൽ ഹാവ് ലിക്വിഡ് then after we cook. പിന്നെ 24 മണി കൂടിയുന്നതിന് പൊളിച്ച് സ്റ്റാച്യു Great, new drones come to Earth. ചൂടാണ്. So, that is I said in temple. അര കിലോ 2 കിലോക്ക് മേലെ ആയിരിക്കും നിനക്കല്ലേ? ഇവർക്ക് അപ്പം അവിടെ ഒരു സ്റ്റോറും കൂടി ഉണ്ട്. ഈ വിഗ്രഹങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. പല വെറൈറ്റീസ് ഉള്ള വിഗ്രഹങ്ങളുണ്ട്. പല പല റേഞ്ചിലാണ്. ഒരു 2000 തൊട്ടാണ് ഇവിടുത്തെ ഈ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇവിടെ വിഗ്രഹങ്ങൾ മാത്രമല്ല, ഇവിടെ തഞ്ചാവൂർ പെയിൻറ്റിങ്സും അവൈലബിൾ ആണ്. ഇവിടെ ഓൾറെഡി ഉള്ള പെയിൻറ്റിങ്സ് നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ അതും ഇവർ പെയിൻറ്റ് ചെയ്ത് തരും. ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമായ ഞങ്ങളുടെ മധുരൈ ആൻഡ് തഞ്ചാവൂർ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. രാവിലെ ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലോട്ട് പോകണേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.